കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പം ആ ഞടിങ്ങാരാ പിണറായി വിജയനാ. രാജ്യദ്രോഹ ഇടപാടുണ്ട്, രാജ്യദ്രോഹത്തിൽ കേസെടുക്കേണ്ടി വരും. ഈ CMRL MD ഉൾപ്പെടെ എല്ലാം അകത്ത് പോകും. ഇത്രയും മോശമായ ഭരണം കേരളത്തിന് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും അഴിമതി നിറഞ്ഞ ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഫാസിസ്റ്റുകളുടെ പിന്തുണയോടുകൂടി പിണറായി വീണ്ടും ഭരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് CPM-നകത്ത് പ്രശ്നമുണ്ടാവും. ഇത് കമ്മ്യൂണിസം അല്ലല്ലോ, പിണറായിസം അല്ലേ. ഈ കമ്മ്യൂണിസം ഇങ്ങനെ പോകാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തടിയുണ്ടാവും. ഏതായാലും ഷോൺ മത്സരിക്കുന്നതെന്ന് ഉറപ്പാണ്. ഷോൺ ജോർജ് മത്സരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല, ആര് ഭരിക്കണം തീരുമാനിക്കാനുമുള്ള നിലയിലേക്ക് BJP കേരളത്തിൽ വളരും. ഒരു സംശയം വേണ്ട. ഇത്രയും മോശമായ ഭരണം കേരളത്തിന് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും അഴിമതി നിറഞ്ഞ ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും സ്വജനപക്ഷപാതമുള്ള ഗവൺമെൻറ് കേരളത്തിലുണ്ടായിട്ടില്ല. കേരളത്തെ മുച്ചൂടും നശിച്ച് നാറാണക്കൽ എടുപ്പിച്ച നാണം കെട്ടിയ ഒരു സർക്കാരാണിത്. ഈ സർക്കാർ വർഗീയത ഉദ്ദീപിപ്പിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുക. പാവപ്പെട്ട ഈഴവ സമുദായം പണ്ടുകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യുന്ന ഒരു നല്ല ശതമാനമുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ മുസ്ലിം വർഗീയത വളർത്തിക്കൊണ്ട് ആ മുസ്ലിം ഭീകരത വർദ്ധിപ്പിക്കാനുള്ള നിലയും കൂടെ നടക്കുക. നല്ല മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ അയാൾ ദേശീയ കാഴ്ചപ്പാടുള്ളവരാണ്. അവരെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള വർഗീയ ഫാസിസ്റ്റുകളുടെ പിന്തുണയോടുകൂടി പിണറായി വീണ്ടും ഭരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് CPM-നകത്ത് പ്രശ്നമുണ്ടാവും. ഇത് കമ്മ്യൂണിസം അല്ലല്ലോ, പിണറായിസം അല്ലേ. ഈ കമ്മ്യൂണിസം ഇങ്ങനെ പോകാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തടിയുണ്ടാവും. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി ഉപേക്ഷിച്ച് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാവും. അപ്പം കേരളം നന്നാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എക്സൈസിലേക്ക് വീണ വിജയൻ മാത്രം പോയാൽ പോരല്ലോ. വീണ വിജയൻ മാത്രം പോയാൽ അങ്ങനെ പിണറായി വിജയൻ പോകണ്ടേ? പിണറായി വിജയൻ അറിയാതാണ് കച്ചവടം നടന്നത്. 40,000 കോടി രൂപയുടെ കള്ളക്കച്ചവടം നടത്തിയിരിക്കുന്നത്. രാജ്യദ്രോഹ ഇടപാടുണ്ട്, രാജ്യദ്രോഹത്തിൽ കേസെടുക്കേണ്ടി വരും. ഈ CMRL MD ഉൾപ്പെടെ എല്ലാം അകത്ത് പോകും. പിണറായി വിജയൻ്റെ മകൾ പോവും, പിണറായി വിജയൻ പോവും, മകനും പോവും, മകനും ഉണ്ട് ഇതിനകത്ത്. എല്ലാം അകത്ത് പോവും. ദൈവം അറിയിച്ചാൽ താമസിക്കാതെ പോവും. നമ്മുടെ കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പം ആ ഞടിങ്ങാരാ പിണറായി വിജയനാ. ഒരു സംശയം വേണ്ട, വരുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് എൻ്റെ വിശ്വാസം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് നടക്കുമെന്ന് എൻ്റെ വിശ്വാസം. അത് ഇമ്മറ്റീരിയലായി ഞാൻ മത്സരിക്കുന്ന ചോദ്യം ഉദിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മത്സരിക്കും. അന്ന് സാഹചര്യം പോലിരിക്കും. അല്ലാതെ ഏതായാലും ഷോൺ മത്സരിക്കുന്നതെന്ന് ഉറപ്പാണ്. ഷോൺ ജോർജ് മത്സരിക്കും. ഞാൻ മത്സരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചില്ല. അതായത് ഈ ഗണേഷ് കുമാർ പത്തനാപുരത്ത് MLA ആണ്. ഇപ്പോഴും പത്തനാപുരത്ത് നിന്ന് ഒറ്റയ്ക്ക് എന്തായാലും ജയിക്കാൻ മാത്രമുള്ള ജനപിന്തുണയും ഗണേഷ് കുമാറുണ്ട്, ഒരു സംശയം വേണ്ട. പക്ഷേ മന്ത്രിയായപ്പോൾ എന്താണെന്ന് വെച്ചാൽ CPM അത്ര ഇഷ്ടപ്പെടുന്നില്ല ഗണേശനെ. അതുകൊണ്ട് സംഭവിച്ചിങ്ങനെ ഗണേശ് വരുന്നതിനെല്ലാം ഭാര്യയും വഴക്കുക, എല്ലാം പരസ്പരം. ഒരു കാര്യത്തിൽ അങ്ങേർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പുള്ളിയായുണ്ട് എപ്പോഴും പിടിച്ചെങ്കിൽ ഞാനാണ് രാജിവെച്ചത് ഇതിനു മുമ്പ്. ഗണേശന് അതേ അല്ല, ഒരു കാര്യം മഠയത്തരമായിരുന്നു. ഈ ബസ്സിൻ്റെ ടൈം നോക്കി വിടുന്ന ഇടപാടിൽ ഇച്ചിരി മഠയത്തരം പറ്റിയിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ബാക്കി ചില നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സർക്കാരിന് ലാഭകരമായി KSRTC അല്ല ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നന്നാക്കാൻ കഴിയുന്ന നടപടിയിലേക്കൊക്കെ അദ്ദേഹം പോകുന്നുണ്ട്. അഴിമതി ഇല്ലാതാക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിന് കാര്യങ്ങളൊക്കെ നമ്മൾ ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. കാരണം അങ്ങനെപ്പറ്റി അങ്ങനെ ഒരു പ്രചരണം നടത്തി നശിപ്പിച്ചു വെച്ചിരിക്കുക. പക്ഷേ ഒരു മിടുക്കനായ വ്യക്തിത്വമായിട്ടാണ് ഗണേശനെ പറ്റി എൻ്റെ അഭിപ്രായം.